ഹലോ നാട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ആൻപോളോഗ്രഫി. ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എൻ്റെ കരിയർ ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന വീഡിയോ ആണ്. പക്ഷേ ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയതും ഇതേപ്പറ്റി ചെയ്യാൻ തോന്നുന്നതും. ഇതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഞാനൊരു ആയുർവേദ ഡോക്ടർ ആയിരുന്നു, ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഈ ചാനൽ ആദ്യം തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. കാരണം ഞാനിതിൽ ആദ്യം ആയുർവേദ റിലേറ്റഡ് വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് 2019 തുടങ്ങി, കോവിഡിന് ശേഷം തുടങ്ങിയത്. പക്ഷെ അത് ഒരു കൊല്ലത്തോളം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ. അതുപോലെ തന്നെ ആ ടൈമിൽ തന്നെ ഒരു 2019 ടുവേർഡ്സ് ദ എൻഡ് ഞാൻ എൻ്റെ ഈ ഒരു സ്കിൽ സെറ്റ്, അതായത് ആയുർവേദ ഡോക്ടർ എന്നുള്ളൊരു സ്കിൽ സെറ്റിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ബ്രോഡറായിട്ട് എനിക്ക് പുറത്തു പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്ന ടൈമായിരുന്നു. ഇതിന് പല റീസൺസും ഉണ്ട്. ഈ ഒരു ആഗ്രഹം വന്നതിന് പുറത്ത് പല പല കാരണമാണ് അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് എത്തിയതും, ഒരു കോൺഷ്യസ് ചോയ്സ് ആയിട്ട് ആ ഒരു ചോയ്സിലോട്ട് നമ്മൾ എത്തുന്നതും പല പല കാരണങ്ങൾ കാരണമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് 2021 ആയുർവേദം എൻ്റെ ഒരു ഫുള്ളി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല. പഠിച്ച സമയത്തും പഠിക്കുന്നതിന് മുന്നേയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പഠിച്ച ശേഷവും എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് എനിക്കത് പഠിച്ചപ്പോൾ തോന്നിയത് ക്ലിനിക്സ് ആയിരുന്നു. ക്ലിനിക്സിൽ പോകുന്നതും ക്ലിനിക്കൽ പ്രാക്ടീസിനോടും എനിക്ക് ആ ഒരു ജേണിയിൽ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് അത് കണ്ടിന്യൂ ചെയ്തതും ആ ഒരു ജേണി കംപ്ലീറ്റ് ആക്കിയതും അതിനുശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും വർക്കൗട്ട് ആവുമെന്ന് നോക്കിയത്. ബട്ട് ദെൻ ഈ പറഞ്ഞ പോലെ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഉദ്ദേശിച്ച ഒരു ഔട്ട്കം കിട്ടിയില്ല. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. നമ്മൾ 5.5 years സ്പെൻഡ് ചെയ്ത ആ ഒരു പീരിയഡിനുള്ള ഔട്ട്കം നമുക്ക് ടുവേർഡ്സ് ദ എൻഡ് കിട്ടിയില്ല. അതായത് ഒരു ജോബോ അതിനനുസരിച്ച് അതിനുള്ള റെസ്പെക്റ്റോ അതിനുള്ള സാലറിയോ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ടൈമിൽ ഫസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MD ചെയ്യുക എന്നായിരുന്നു. കുറച്ചും കൂടെ ആയുർവേദം പഠിക്കുക, കുറച്ചും കൂടെ ആ സ്കില്ല് വളർത്തുക. MD കൂടെ നമുക്ക് ബാച്ചിലേഴ്സിൻ്റെ പുറത്ത് MD കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ സാലറി, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ടായിരുന്നു. പക്ഷേ 5.5 years സ്പെൻഡ് ചെയ്തിട്ട് കിട്ടിയത് 0 ആണ്. നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്നത് അത് ഇപ്പോൾ പുറത്ത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ഓഫറുകളും സാലറികളും ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് ഒരു മെയിൻ റീസൺ ആയിരുന്നു. നമുക്ക് ഫിനാൻഷ്യലി ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാത്ത ഒരു പ്രൊഫഷണൽ കരിയറായി മാറിക്കൊണ്ടിരുന്ന ആ ഒരു ടൈമിലാണ് ഇങ്ങനൊരു ഡിസിഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ MD എടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ MD കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, MD എക്സാം എഴുതാനായിട്ട്. പക്ഷേ ആ സമയത്ത് ഇരുന്ന് ആലോചിച്ചു, ഒരു 3 years കൂടെ നമ്മുടെ ലൈഫിലെ അതായത് 25 yearsലാണ് നമ്മൾ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 26, ഇപ്പം നെക്സ്റ്റ് ഇയർ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ 26,